യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ രാത്രി ബസ് സ്റ്റാൻഡ് പരിസരത്താണ് കൂടി നിൽക്കുന്നത്. പുലമൺ ജംഗ്ഷനിലാണ്, KSRTC ബസ് സ്റ്റാൻഡ് ഭാഗത്താണ് ഇവരെല്ലാം കൂടി നിൽക്കുന്നത്. എന്താണ് കാര്യമെന്നറിയാൻ വയ്യ. കാരണം ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെ വിളിക്കുന്നു, ബ്ലോക്ക് പ്രസിഡന്റ് നിൽക്കുന്നു, അവിടെ പിന്നെ പാർട്ടിയുടെ ഒട്ടനവധി നേതാക്കന്മാർ, യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് എല്ലാവരും രാത്രിയിൽ ഇവിടെ നിൽക്കുകയാണ്. എന്താണ് കാര്യം എന്ന് ഒരു പിടിയില്ല. ഒരുപാട് ആളുകൾ ഇവിടെ നിൽക്കുന്നു. ഈ ഒരു രാത്രി 10 മണി സമയത്ത് യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാം ഇവിടെ നിൽക്കുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒരുപാട് ആളുകൾ നിൽക്കുന്നു. എന്താണ് സംഗതി എന്നുള്ളത് നമുക്ക് നോക്കാം. അതുകൊണ്ട് വേറെയും കുറേ നേതാക്കളൊക്കെ അവിടെ നിന്ന് വരുന്നു, ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് വരുന്നു. എന്താണ് സംഗതി എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഹായ്, നമസ്കാരം. മഹിളാ കോൺഗ്രസ്സുകാരുണ്ടല്ലേ? മഹിളാ കോൺഗ്രസ്സുകാരുണ്ട്. ബ്ലോക്ക് പ്രസിഡന്റ് ഇരിക്കുന്നു. ഒരുപാട് ആളുകൾ, യൂത്ത് കോൺഗ്രസിൻ്റെ ഒരുപാട് നേതാക്കന്മാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. എന്താണ് സംഗതി എന്നറിയുമ്പോൾ പുലമൺ ജംഗ്ഷനിലാണ് ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ തന്നെ ഇവിടെ കാത്തു നിൽക്കുന്നത്. എന്താണ് സംഗതി എന്നറിയുമ്പോൾ ഇവിടെ ഒരുപാട് ചെറുപ്പക്കാരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ. ആർക്കും ചോദിക്കാനും പറ്റാത്ത അവസ്ഥയാണ് പുലമൺ ജംഗ്ഷനിൽ. നിലവിളി ശബ്ദം വരുന്നല്ലേ? യൂത്ത് കോൺഗ്രസിനാണ്. വേറെ മഹിളാ കോൺഗ്രസിൻ്റെ നേതാക്കൾ, അവിടെ കൗൺസിലറൊക്കെ ഇറങ്ങി വരുന്നു രാത്രി. എന്താണ് ഇവരെല്ലാം? കൗൺസിലർ ഭർത്താവുമുണ്ട്, മോനുമുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ പുലമക്കൾ എന്താ പരിപാടി? കുടുംബസമേതം എന്താ കാര്യം? അങ്ങനെ നെഞ്ചത്തെ കൈ വയ്ക്കുന്നത്? എൻ്റെ ഇങ്ങനെ നെഞ്ചത്തെ കഴിക്കുന്ന കാര്യം നിങ്ങളെന്താ നെഞ്ചത്തെ കഴിക്കുന്നുണ്ട്? നമസ്കാരം പറഞ്ഞോ? അതാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ കാത്തിക്കുന്നത്. മണി എത്രയായി? മണി ഒരു 10 മണി സമയത്ത് ഇത്രയേറെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ, മഹിളാ കോൺഗ്രസിൻ്റെ ആളുകൾ, മറ്റ് പാർട്ടി പ്രവർത്തകരെല്ലാവരും ഉണ്ട്. കാരണം നമ്മളെ കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്താണ്. അവിടെ എല്ലാം ആൾക്കാരിക്കുന്നു. ഇനി കരിങ്കൊടി വല്ലതും കാണിക്കാനാണോ എനിക്കറിയാൻ വയ്യ. ഈ വല്ല മന്ത്രിമാരായാലും വരുന്നുണ്ടോ കരിങ്കൊടി വല്ലതും കാണിക്കാൻ? കരിങ്കൊടി പിടിച്ച സമയം കഴിഞ്ഞില്ലേ? ഇനി എന്താ കരിങ്കൊടി? എൻ്റെ പള്ളി ഇതെന്തോ? അയ്യോ, ഇത് ആരാ വന്നിറങ്ങുന്നത്? ആരാ കോൺഗ്രസ് പാർട്ടി സിന്ദാബാദ്! കോൺഗ്രസ് പാർട്ടി സിന്ദാബാദ്! ധീരതയോട് നയിച്ചോളൂ! ധീരതയോട് നയിച്ചോളൂ! ഞങ്ങളുടെ മേലാലെ കോൺഗ്രസ് പാർട്ടി സിന്ദാബാദ്! അഭിവാദ്യങ്ങൾ 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 യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പങ്കെടുത്ത് അറസ്റ്റ് വിളിച്ച് 15 ദിവസം ജയിലിൽ കഴിഞ്ഞിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പൗജ പത്മൻ ഇപ്പോൾ 17 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോൾ പാർട്ടി പ്രവർത്തകരെല്ലാം അവരെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്താണ് എന്നുള്ളത് നമുക്കോട് ചോദിക്കാം. അതുകൊണ്ട് അഭിവാദ്യങ്ങൾ
ആയിരം ആയിരം അഭിവാദ്യങ്ങൾ. കോൺഗ്രസിന്റെ അഭിവാദ്യങ്ങൾ. കോൺഗ്രസിന്റെ അഭിവാദ്യങ്ങൾ. 17 ദിവസം എങ്ങനെയാണ് ജയിലിൽ? കൊട്ടാരക്കരയുടെ അഭിവാദ്യങ്ങൾ. 17 ദിവസം ജയിലിൽ എങ്ങനെയാണ്? കോൺഗ്രസ് പാർട്ടി സിന്ദാബാദ്. പവിജാപത്മൻ സിന്ദാബാദ്. പവിജാപത്മൻ സിന്ദാബാദ്. പവിജാപത്മൻ നേതാവേ. പവിജാപത്മൻ നേതാവേ. ആയിരം ആയിരം അഭിവാദ്യങ്ങൾ. ആയിരം ആയിരം അഭിവാദ്യങ്ങൾ. കോൺഗ്രസിന്റെ അഭിവാദ്യങ്ങൾ. കോൺഗ്രസിന്റെ അഭിവാദ്യങ്ങൾ. കോൺഗ്രസിന്റെ അഭിവാദ്യങ്ങൾ. കോൺഗ്രസിന്റെ അഭിവാദ്യങ്ങൾ. സമരമുഖത്തിൻ തീപ്പൊരിയെ. സമരമുഖത്തിൻ തീപ്പൊരിയെ. സമരമുഖത്തിൻ പോരാളിയെ. സമരമുഖത്തിൻ പോരാളിയെ. ആയിരം ആയിരം അഭിവാദ്യങ്ങൾ. ആയിരം ആയിരം അഭിവാദ്യങ്ങൾ. കോൺഗ്രസിന്റെ അഭിവാദ്യങ്ങൾ. കോൺഗ്രസിന്റെ അഭിവാദ്യങ്ങൾ. കോൺഗ്രസിന്റെ അഭിവാദ്യങ്ങൾ. കോൺഗ്രസിന്റെ അഭിവാദ്യങ്ങൾ. കൊട്ടാരക്കരയുടെ അഭിവാദ്യങ്ങൾ. കൊട്ടാരക്കരയുടെ അഭിവാദ്യങ്ങൾ. മുന്നോട്ട് മുന്നോട്ട്. മുന്നോട്ട് മുന്നോട്ട്. ഇനിയും ഇനിയും മുന്നോട്ട്. ഇനിയും ഇനിയും മുന്നോട്ട്. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. പ്രിയമുള്ള കോൺഗ്രസിന്റെ നേതാക്കളെ, പ്രിയമുള്ള നമ്മുടെ പവിജാപത്മൻ കൊട്ടാരക്കര നഗരസഭയിലെ കൗൺസിലർ, പ്രിയമുള്ളവരെ, 17 ദിവസം പിണറായി ഗവൺമെന്റ് തുറുങ്കിലടച്ച നമ്മുടെ പ്രിയപ്പെട്ട കൊട്ടാരക്കരയുടെ യുവജന നേതാവ് കൗൺസിലർ കൂടിയായ പവിജാപത്മൻ ഇന്ന് ജയിൽ മോചിതരായി കൊട്ടാരക്കരയിൽ എത്തിയിരിക്കുകയാണ്. 17 ദിവസമാണ് ജയിലിൽ കിടന്നത്. നമുക്കറിയാം, കൊട്ടാരക്കര മുഖ്യമന്ത്രി എത്തിയപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് മുന്നിൽ കരിങ്കൊടി കാണിച്ച പവിജാപത്മനുള്ള വൈരാഗ്യമാണ് പ്രധാനമായി തീർത്തത്. കൊട്ടാരക്കരയിൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് മുന്നേ ധൈര്യമായി പോലീസ് വലയം ഭേദിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചതാണ് പവിജാപത്മൻ. അതോടൊപ്പം അടുത്ത ദിവസം തിരുവനന്തപുരത്ത് നടന്ന യുവജന മാർച്ചിൽ പവിജാപത്മൻ പങ്കെടുക്കുകയും പൗജയെ ടാർഗറ്റ് ചെയ്ത് ഈ ഗവൺമെന്റ് തുറുങ്കിലടക്കുകയും ചെയ്തതാണ്. സാധാരണ രീതിയിൽ 14 ദിവസമാണ് ആദ്യത്തെ റിമാൻഡ്. ഇത് 17 ദിവസമാണ്. കഴിഞ്ഞ ദിവസം 5 മണിക്ക് ഇന്നലെ ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്ന് 5 മണിക്ക് ശേഷമാണ് പൗജയെ പുറത്തിറക്കിയത്. ജാമ്യം അനുവദിച്ചിട്ട് പോലും വീണ്ടും 2 ദിവസം കൂടി ഈ ജയിലിൽ പാർപ്പിച്ചത് വൈരാഗ്യ ബുദ്ധി തന്നെയാണ്. തീർച്ചയായും കൊട്ടാരക്കരയിലെ കോൺഗ്രസിനും യുവജനങ്ങൾക്കുമൊക്കെ ഞങ്ങൾക്ക് അഭിമാനമാണ് പൗജ. അത്രമാത്രം പോരാട്ട വീര്യമാണ് ഈ ഗവൺമെന്റിനും പിണറായി സർക്കാരിനുമെതിരെ ഈ പൗജ നടത്തിയത്. പണ്ടും കൊട്ടാരക്കരയിൽ ഇത്തരം സമര പോരാട്ടം തീർച്ചയായും പവിജാപത്മൻ നടത്തിയിട്ടുണ്ട്. നല്ല ഒരു യുവ പ്രവർത്തക, അതോടൊപ്പം ഒരു ജനപ്രതിനിധി. കൊട്ടാരക്കരയിലെ നാളുകളെ വാഗ്ദാനമാണ് പ്രിയമുള്ള പവിജാപത്മൻ. കേരളത്തിന് ഒരു വാഗ്ദാനമാണ്. തീർച്ചയായും എല്ലാ ഭാവങ്ങളും കൊട്ടാരക്കര കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞാൻ നേരുകയാണ്. ഇവിടെ ഒരുപാട് നേതാക്കളും യുവജന സുഹൃത്തുക്കളൊക്കെ എത്തിയിട്ടുണ്ട്. ആർ രശ്മി ഉൾപ്പെടെ KPC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് അലക്സ് മാച്ചി, റിജുമോൻ വർഗീസ്, വി ഫിലിപ്പ്, യൂത്ത് കോൺഗ്രസിന്റെ ശ്രീ അനീഷ് വർഗീസ്, അതുപോലെ കൗൺസിലർമാരായിട്ടുള്ള ആളുകൾ ജോളി പി വർഗീസ് ഉൾപ്പെടെയുള്ള ഒരുപാട് നേതാക്കന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എത്തിയവരെ എല്ലാവരെയും പ്രത്യേകമായി അഭിവാദ്യം. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളുണ്ട്, KSUവിന്റെ നേതാക്കളുണ്ട്, കൗൺസിലർമാരുണ്ട്, സൂസമ്മ കൗൺസിലർമാർ, എല്ലാ കൗൺസിലർമാരുമുണ്ട്, മണ്ഡലം പ്രസിഡന്റുമാരുണ്ട്. എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ്. പൗജ മറുപടി നിങ്ങളെ അറിയിക്കുന്നു. 17 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് പൗജ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? കേരളത്തിലെ പിണറായി സർക്കാരിനെതിരെയുള്ള ശക്തമായ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അടക്കമുള്ള കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ 17 ദിവസം ജയിലറയിൽ അടയ്ക്കപ്പെട്ടത്. എന്നാൽ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കോ അല്ലെങ്കിൽ അടിച്ചമർത്തലുകൾക്കോ ഒന്നും തന്നെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസോ പ്രതിപക്ഷമോ ബാക്കിലേക്ക് പോവില്ല, മുന്നോട്ട് തന്നെ വരും. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ, ശക്തമായി പ്രതിഷേധിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷമായിട്ട് ഞങ്ങൾ ഉണ്ടാകും എന്ന് ഉറപ്പ് മാത്രം. ജില്ലാ പഞ്ചായത്ത് അംഗം ആർ രശ്മി. ഇന്ന് ജയിലിലായിട്ട് 17 ദിവസം തികയുകയാണ്. സത്യത്തിൽ ജയിലിൽ ചെന്ന് കാണുമ്പോൾ എനിക്കും എൻ്റെ മനസ്സിൽ വിഷമം തോന്നി. പക്ഷേ അതിലൊന്നും കാലിടറാതെ തന്നെയാണ് പവിജ നിന്ന്. പക്ഷേ ചൈത്രയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത്. പക്ഷേ പവിജ അതൊന്നും മാനിക്കാതെ വളരെ സന്തോഷത്തോടുകൂടി ചിരിച്ച മുഖത്തോടുകൂടിയാണ് ജയിലിൽ നിന്നത്. സമരമുഖങ്ങളിൽ കാലിടറാതെ മുന്നോട്ട് പോകാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ബ്ലോക്ക് ഹൗസുണ്ട്,
മറ്റു പ്രിയപ്പെട്ട കൗൺസിലർമാർ, മറ്റു നേതാക്കളെ, ജില്ലാ പഞ്ചായത്തും ലക്ഷ്മി അടക്കമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ 17 ദിവസക്കാലം കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ പോലീസ് വാഴ്ചയ്ക്ക് ഇരയാവേണ്ടി വന്ന പൗജ പത്മൻ ഇതൊരു പുത്തരിയല്ല. കഴിഞ്ഞ കോട്ടപ്പുറത്ത് വെച്ച് നടന്ന സംഭവം നമുക്കറിയാം. അത് ലൈവായിട്ടുണ്ട്. സർക്കാരിനെതിരെ കൈ തൂങ്ങി നിന്നുകൊണ്ട് ആ സമരമുഖത്ത് നിൽക്കുന്ന കാഴ്ച നമുക്കെല്ലാം കാണാം. അതേപോലെ തന്നെ ഇവിടെ തന്നെ ഒരു 9 പേരടങ്ങുന്ന ഒരു ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ സ്തംഭിപ്പിച്ച ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ സമരമുഖത്ത് എന്തും നിലനിൽക്കുന്ന ശ്രീ പൗജ പത്മയ്ക്ക് ഇതൊരു ആർജവമായി ആണ് മുന്നോട്ട് തർക്കമില്ല. ഇത് പിന്നോട്ടല്ല, മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ പ്രയാണമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധമായ വിജയാശംസ നേർന്നുകൊണ്ട് നിർത്തുകയും ചെയ്യും. പ്രിയമുള്ള മഹിളാ കോൺഗ്രസിന്റെ ജനജാശ്രീമാറിന്റെ ശോഭാ പ്രശാന്ത് ഒരു നമ്മളില്ലേ സബ് ജയിലിന്റെ അവിടം വരെ ഒരു മുദ്രാവാക്യം, ഒരു അഭിവാദ്യം. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടറി നടത്തിയ മാർച്ചിൽ അറസ്റ്റ് വഹിച്ച് ജയിലിലായിരുന്ന പൗജ പത്മൻ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി പൗജ പത്മന് 17 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം അവര് ജാമ്യം കിട്ടി പുറത്തേക്ക് വരുമ്പോൾ പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ പൗജ പത്മന് ഇവിടെ ഒരു സ്വീകരണം നൽകുകയാണ്. അതിന്റെ തത്സമയ കാഴ്ചകളാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കള്, അതോടൊപ്പം മഹിളാ കോൺഗ്രസ്, മറ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതാക്കള്, പ്രവർത്തകരൊക്കെ പങ്കെടുക്കുന്ന ഒരു പ്രകടനം ഇവർക്ക് ഒരു ആയിരം അഭിവാദ്യങ്ങൾ. കോൺഗ്രസിന്റെ അഭിവാദ്യങ്ങൾ. കോൺഗ്രസിന്റെ അഭിവാദ്യങ്ങൾ. സമരമുഖത്തിൻ പോരാളി. സമരമുഖത്തിൻ തീപ്പൊരിയെ. ആയിരം അഭിവാദ്യങ്ങൾ. താരക്കരയുടെ അഭിവാദ്യങ്ങൾ. കൊട്ടാരക്കരയുടെ അഭിവാദ്യങ്ങൾ. കോൺഗ്രസ് പാർട്ടിയുടെ അഭിവാദ്യങ്ങൾ. മഹിളാ കോൺഗ്രസിന് അഭിവാദ്യങ്ങൾ. ആയിരം അഭിവാദ്യങ്ങൾ. യൂത്ത് കോൺഗ്രസ് സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വഹിച്ച് ജയിലിലായിരുന്ന പൗജ പത്മൻ 17 ദിവസങ്ങൾക്ക് ശേഷം ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ പാർട്ടി പ്രവർത്തകർ കൊട്ടാരക്കരയിൽ നൽകുന്ന സ്വീകരണമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കൂട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെ ബസ് സ്റ്റാൻഡിൽ നിന്നും സ്വീകരിച്ച് ഒരു പ്രകടനമായി പൗജ പത്മന് സ്വീകരണം നൽകുന്ന തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. യൂത്ത് കോൺഗ്രസ് സമരത്തിൽ അറസ്റ്റ് വഹിച്ച് 17 ദിവസം അട്ടക്കുളങ്ങര ജയിലിലായിരുന്ന പൗജ പത്മൻ ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ പാർട്ടി പ്രവർത്തകർ കൊട്ടാരക്കര പുലമൺ ടൗണിൽ ഈ രാത്രിയിൽ നൽകുന്ന സ്വീകരണമാണ് ഇപ്പോൾ തത്സമയമായി പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ആയിരം
കോൺഗ്രസ് പാർട്ടി സിന്ദാബാദ് പുലമൺ ജംഗ്ഷനിൽ നിന്നുള്ള കാഴ്ചകളാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് കഴിച്ച് 17 ദിവസം ജയിലിലായിരുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പൗജ പത്മൻ ഇപ്പോൾ 17 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം അവർ പുറത്തേക്ക് വന്നപ്പോൾ പാർട്ടി പ്രവർത്തകർ കൊട്ടാരക്കരയിൽ നൽകുന്ന സ്വീകരണത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കുന്നത്.
കോൺഗ്രസിന്റെ അഭിവാദ്യങ്ങൾ, കൊട്ടാരക്കരയുടെ അഭിവാദ്യങ്ങൾ, പിണറായിയുടെ പോലീസ് ഒന്നേയൊന്ന് പറഞ്ഞേക്കാം, കാലം മാറും ഭരണം മാറും, ഭരണത്തിന്റെ കോലം മാറും, തിരിച്ചടിക്കും കട്ടായം, ഓർത്തു കളിച്ചോ സൂക്ഷിച്ചോ, പറയുന്നതാരെന്നറിയാമോ, കോൺഗ്രസ് ആണിത് കോൺഗ്രസ്, സിന്ദാബാദ്, കോൺഗ്രസ് പാർട്ടി സിന്ദാബാദ്, പൗജാപത്തൻ സിന്ദാബാദ്. സെക്രട്ടേറിയറ്റിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ അറസ്റ്റ് വരിച്ച് 17 ദിവസം അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ആയിരുന്ന അഡ്വക്കേറ്റ് പൗജ പത്മൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പൗജ പത്മൻ ജാമ്യം കിട്ടി പുറത്തേക്ക് വന്നപ്പോൾ യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പുലമൺ ടൗണിൽ നടത്തിയ ഒരു സ്വീകരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. പുലമൺ കവല ചുറ്റി ഒരു പ്രകടനത്തോടുകൂടി ഈ ഒരു സ്വീകരണ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളും വാർത്തകളുമാണ് പ്രേക്ഷകർ ഇപ്പോൾ കൊട്ടാരക്കര വാർത്തകളിലൂടെ തത്സമയം കണ്ടത്. നഹാസിന് പറ്റുണ്ടോ? നഹാസിനാണെങ്കിൽ 2 വാക്ക് സംസാരിക്കാം. പിണറായി വിജയനുള്ള സമരമുഖത്തിൽ പൗജ പത്മൻ എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒരു തീപ്പൊരിയായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാം കണ്ട കാഴ്ചയാണ്. കഴിഞ്ഞ നവകേരള യാത്രയിൽ പിണറായി വിജയന്റെ ബസ്സിന് നേർക്കുനേർ കരിങ്കൊടി കാണിച്ച പ്രിയപ്പെട്ട നേതാവാണ് പൗജ പത്മൻ. അത് കൃത്യമായിട്ട് ഇവിടുത്തെ ആഭ്യന്തരം നോട്ട് ചെയ്ത് സെക്രട്ടേറിയറ്റിൽ നടന്ന സമരത്തിൽ നോട്ട് ചെയ്ത് പൗജയും ചൈത്രയും ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ നോട്ട് ചെയ്ത് അറസ്റ്റ് ചെയ്ത് തടങ്കൽ 7 ദിവസം കൊണ്ട് കിട്ടാവുന്ന ജാമ്യം പോലീസ് റിപ്പോർട്ട് പോലും സമർപ്പിക്കാതെ 17 ദിവസം വരെ ജയിലറയ്ക്കുള്ളിലിട്ട് യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കന്മാരെ മരവിപ്പിച്ച് കളയാം, അവരുടെ സമരവീര്യത്തെ മരവിപ്പിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് 4 മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. അപ്പോൾ പുലമൺ ജംഗ്ഷനിൽ നടന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തന നേതൃത്വത്തിൽ പൗജ പത്മൻ നൽകിയ സ്വീകരണത്തിന്റെ തത്സമയ ദൃശ്യങ്ങളുള്ള വാർത്തകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിയത്. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു, ബൈ.